18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ എൻ.ഡി.എയും ഇന്ത്യ മുന്നണിയും നേർക്കുനേരെയുള്ള പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. എക്സിറ്റ് പോൾ ഫലങ്ങളെ അസ്ഥാനത്താക്കിയുള്ള ഒരു മുന്നേറ്റമായിരുന്നു എൻ.ഡി.എക്കെതിരെ ഇന്ത്യ സഖ്യത്തിൻ്റേത്. തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന വോട്ടെണ്ണൽ തികച്ചും ഉദ്യോഗജനകമായ അന്തരീക്ഷത്തിലായിരുന്നു. തുടക്കത്തിൽ തന്നെ എൻ.ഡി.എക്കൊപ്പം ഇന്ത്യ മുന്നണിക്കും ദേശീയ തലത്തിൽ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞതോടെയാണ് ശ്രദ്ധ മുഴുവൻ ഇന്ത്യ മുന്നണിയിലേക്ക് മാറിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കത്തിൽ പിന്നിലായത് ബി.ജെ.പി കേന്ദ്രങ്ങളിൽ ആശങ്കകൾക്കിടയാക്കി. പിന്നീടാണ് മോദിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചതും. കേരളത്തിൽ തുടക്കത്തിൽ എൽ.ഡി.എഫും യു.ഡി.എഫും ഒപ്പത്തിനൊപ്പം നിൽക്കുകയും പിന്നീട് അത് യു.ഡി.എഫ് തരംഗത്തിലേക്ക് മാറുകയുമായിരുന്നു. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും യു.ഡി.എഫും എൻ.ഡി.എയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിൽ തൃശ്ശൂരിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുകയും ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന തിരുവനന്തപുരത്ത് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ വിജയിക്കുകയുമായിരുന്നു. ആലപ്പുഴ കിട്ടിയില്ലെങ്കിലും ആലത്തൂർ കിട്ടിയ ആശ്വാസത്തിലാണ് എൽ.ഡി.എഫ്. കണ്ണൂരിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഇത് യു.ഡി.എഫ് കേന്ദ്രങ്ങളിൽ വൻ ആഹ്ലാദത്തിനിടയാക്കി. ഏവരും ഉറ്റുനോക്കിയ വടകരയിൽ ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചതും കേരളത്തിൽ ജനഹിതമാണ് വലുത് എന്ന് കാട്ടിക്കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.